രണ്ടാമത്തെ ആള് വരുന്ന ഒരു മൊമെന്റിൽ ഒന്നാമത്തെ ആളുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു അമൃത? ബേസിക്കലി ദാറ്റ് വാസ് ലൈക്ക് വെരി മച്ച് പ്രീ പ്ലാൻഡ് പ്രോസസ് ആയിരുന്നു. ഞങ്ങൾ വി ഡിസൈഡഡ് ടു ഹാവ് 2 children, സോ ഇറ്റ് വാസ് എ വെരി പ്രീ പ്ലാൻഡ് ലോങ് പ്രോസസ്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 കുട്ടികൾ വേണം എന്നായിരുന്നു, അല്ലാതെ എൻ്റെ മോന് വേണ്ടി ഒരു സിബ്ലിംഗ് എന്നായിരുന്നില്ല. ഞങ്ങൾക്ക് 2 കുട്ടികൾ, ഇത്ര ഗ്യാപ്പ് ഉണ്ടാവണം എന്നൊക്കെ തീരുമാനിച്ചാൽ ഞാനാണ്. ബിക്കോസ് മൈ ഹസ്ബൻഡ് വാസ് ലൈക്ക് ഇറ്റ് ഇസ് യുവർ ബോഡി, ഇറ്റ് ഇസ് യുവർ ഡിസിഷൻ. ആൻഡ് ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നൊരു കാര്യമാണ്. ഞാൻ കരിയർ ബ്രേക്ക് എടുത്ത് എൻ്റെ മക്കളുടെ കൂടെ ഇരിക്കണം എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തത്. അല്ലാതെ ഐ വാസ് നോട്ട് റണ്ണിങ്. ഐ വോണ്ടഡ് ടു സിറ്റ് വിത്ത് മൈ ചൈൽഡ്, വിത്ത് മൈ ചിൽഡ്രൻ. കാരണം ഐ വോണ്ടഡ് ടു സീ ദം ഗ്രോ. ഇതെൻ്റെ സെൽഫിഷ് നീഡാണ്. സോ ഹി വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി അപ് ടു യു, നീയാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. സോ അപ്പോൾ മൂന്നാമത്തെ ആളെന്ന് പറയുമ്പോൾ, ഞങ്ങൾ മൂന്നായിട്ട് നിൽക്കുന്ന 4ാമത്തെ ആളെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ബേബി വേണം. അങ്ങനെയാണ് അവൻ്റെ അടുത്ത് അത് പ്രസന്റ് ചെയ്തത്. ഹി വാസ് വെരി വെൽക്കമിങ്. ഹി വാസ് വെരി വെൽക്കമിങ്. അവൻ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഫോർ ഹിം ഹി വാസ് ലൈക്ക്, അവന് ഞാൻ അങ്ങനെ എൽഡർ റെസ്പോൺസിബിലിറ്റി അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ബട്ട് ദെൻ ഹി ഹാസ് എ വെരി ബാഡ് ഹാബിറ്റ് ഓഫ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റീസ്. അത് കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാവാറുണ്ട്. സോ ഐ റിമൈൻഡ് ഹിം, ഇതൻ ഐ നോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കത്. കളിക്കാൻ പോയി കഴിഞ്ഞാൽ നീ അവളെ നോക്കണ്ട, ഞാനുണ്ട് അവളെ നോക്കാൻ വേണ്ടിയിട്ട്. യു ഗോ പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്, ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണ്. പക്ഷേ ഹീ ടെൻ ടു ഹാവ് ദ എൽഡർലി ഒരു സൈക്കോളജി അങ്ങനെയാണ്. ദ ടെൻ ടു ടേക്ക് ദറ്റ് റെസ്പോൺസിബിലിറ്റീസ്. അങ്ങനെ ഒരു സാധനം ഉണ്ട്. അല്ലാതെ അങ്ങനെ ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ദറ്റ് വി പ്ലാൻ എൽഡേഴ്സിനെ ട്രെയിൻ ചെയ്യത്തില്ലേ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ലൈക്ക് വി വോണ്ടഡ്. ഇപ്പോൾ ഒരു കുട്ടിയും കൊണ്ടാണെങ്കിൽ ഇറ്റ് വാസ് ലൈക്ക് വി വോണ്ട് അനദർ ചൈൽഡ്. അപ്പോൾ ടീമിൽ കൂട്ടണോ കൂട്ടാതിരിക്കില്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. അതിലൊന്നും നമ്മുടെ പ്രശ്നമില്ല. അത് റൈവൽറി ആവില്ല. ഞങ്ങൾക്ക് 3, 4, 6, 10 whatever, that's our choice. We'll take care of them all alike. ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 10 വർഷത്തെ നമ്മളൊരു കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ, പണ്ടത്തെ എന്താ പറയുക, 20-ൽ കല്യാണം കഴിക്കുന്നു, 22-ൽ കുട്ടി ഉണ്ടാവുന്നു, അടുത്ത 25-ൽ രണ്ടാമത്തെ കുട്ടി, ആൻഡ് 28-ൽ മൂന്നാമത്തെ കുട്ടി, ഫിനിഷ്ഡ്. ഈ ഒരു സാധനം ഇപ്പോൾ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഫുള്ളി ബ്രേക്ക് ആയി. കാരണം 30-ൽ കെട്ടുന്നു, ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ട് ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെറ്റിൽമെൻറ്റും കൂടെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കുട്ടി. അപ്പം ബൈ 40 ആകുമ്പോഴേ യുവർ പ്രോസസ് വിൽ ബി ഡൺ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മുടെ കേരളത്തിൽ പെൺകുട്ടികളും ആൺകുട്ടികളും എത്തി. ലേറ്റായിട്ട് കല്യാണം കഴിച്ചു തുടങ്ങി, ലേറ്റായിട്ട് കുട്ടികളായി തുടങ്ങി. ഇപ്പം സോനം കപൂർ തന്നെ ഇപ്പം 42-ലാണ്, ഷീസ് ഹാവിങ് എ സെക്കൻഡ് ചൈൽഡ്. ഇപ്പം ദീപിക പദുക്കോണിന്റെ ആദ്യത്തെ കുട്ടി പോലും 41-ലാണ്, ഐശ്വര്യ റോയുടെ. അപ്പം ഇത് പാരൻറ്റിങ്ങിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? കാരണം നമുക്ക് ഏജ്, ഇപ്പം ഞാൻ തന്നെ 35. അപ്പം നമ്മളൊരു 36-ലൊക്കെ ഒരു അമ്മയാവുകയാണെങ്കിൽ 26-ലെ അമ്മേനേക്കാളും ബെറ്റർ ആയിരിക്കും 36-ലെ ഒരു അമ്മ? 26-ലെ പേഴ്സൺ മീര ആസ് എ പേഴ്സൺ ആൻഡ് 36-ലെ മീര ആസ് എ പേഴ്സൺ ആണ് അതിൻ്റെ ഉള്ള ആൻസർ. ഇഫ് യു സോർട്ടഡ് ബൈ 20 then don't have a problem. ബേസിക് ഞാൻ എപ്പോഴും പറയും, പേരൻറ്റിങ്ങിൻ്റെ പ്രീ റിക്വസ്റ്റ് എന്ന് പറയുന്നത് പ്ലീസ് ഹീൽ യുവർ സെൽഫ്. നിങ്ങൾ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ്ലി സ്റ്റേബിളായി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ ദെൻ ലീഗൽ ഏജ് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് എ ബേബി. അതൊക്കെ കംപ്ലീറ്റ്ലി യുവർ ചോയ്സാണ്. അങ്ങനെ അല്ലാതെ ഇന്നത് കൊണ്ട് അങ്ങനെയൊന്നുമില്ല. ദാറ്റ് ഈസ് വൈ വി സേ നോ, ക്രോണോളജിക്കൽ ഏജ് അല്ലാതെ മെച്യൂർ ഏജ് നമുക്ക് വേറെ ഉണ്ട് ഇല്ലേ? 30 വയസ്സുള്ള ഒരാൾ 60 വയസ്സുകാരൻ്റെ പക്വത കാണിക്കുന്നു എന്ന് പറയുന്ന പോലെ. അപ്പോൾ ദാറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു ദ പേഴ്സൺ യു ആർ. അല്ലാതെ അങ്ങനെയൊന്നും ഇല്ല. നത്തിങ്. എന്നാലിപ്പോൾ അമൃതയുടെ അടുത്ത് വരുന്ന പാരൻസിൻ്റെ, കേരളത്തിലെ പാരൻസിൻ്റെ ഏറ്റവും വലിയ അബദ്ധമായിട്ട് അമൃതയ്ക്ക് തോന്നിയ ഒരു കാര്യം എന്താണ്? കാരണം വരുന്നതിൽ ഒരു 10 കേസിൽ 8 കേസിൻ്റെയും പ്രശ്നം മേജർ, അതായത് 90% ഓഫ് ദ കേരള പാരൻസിൻ്റെയും അബദ്ധങ്ങളിലൊന്ന് ഇതാണെന്ന് അമൃതയ്ക്ക് തോന്നിയൊരു കാര്യം. ബേസിക്കലി എനിക്ക് എപ്പോഴും തോന്നാനുള്ള കാര്യം ദേ ഡോണ്ട് ഹാവ് ക്ലാരിറ്റി ഓഫ് വാട്ട് ദേ വോണ്ട് ടു ഡു. ക്ലാരിറ്റി ഇല്ല. എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ കുഴപ്പമാക്കുന്നു, അവസാനം അവർ ആരൊക്കെയോ കംപ്ലയിൻറ്റ് ചെയ്യുന്നു. ഇതാണ് ദിസ് ഇസ് ദ ജനറൽ തിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. അതിപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ കുഞ്ഞുവാവ വന്നതാവാം, ഒരാവശ്യമില്ലായിരുന്നു ഈ കൊച്ചിനുണ്ടാവേണ്ടത്, മര്യാദയ്ക്ക് അതെടുത്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ആ പ്രൊമോഷൻ മതിയായിരുന്നു, ഈ ബേബി വേണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് അന്നേരം കല്യാണം കഴിക്കാൻ പോയിട്ട് ഭയങ്കര മണ്ടത്തരായിപ്പോയി. ഇങ്ങനെ തന്നെ എപ്പോഴും പറയാം. മേ ബി ആഫ്റ്റർ സിറ്റിംഗ് ആഫ്റ്റർ 19 or 20 years ഓഫ് മാരേജ് ദേ വിൽ സേ ആ കല്യാണമായിരുന്നു നല്ലത്, ആ പെൺകുട്ടീനെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മാം, ശരിക്കും ഞാൻ എന്തിനാണോ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ദേ ഡോണ്ട് നോ റിയലി എന്താ അവർക്ക് വേണ്ടത്. ദർ ഇസ് നോ ക്ലാരിറ്റി. ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ മീര തന്നെ പറഞ്ഞ എക്സാമ്പിൾസിൽ സോനത്തിൻ്റെ ആണെങ്കിലും ദീപികയുടെ ആണെങ്കിലും ദേ ഹാവ് എ പ്ലാൻ ഇല്ലേ? അവരാരും ഈ പറഞ്ഞ പോലെ 41-ൽ ഞാൻ ഗർഭിണിയാവുമെന്ന് തീരുമാനിച്ച ആൾക്കാരല്ല. അവർക്ക് ആ ഒരു കരിയർ പ്ലാൻ ഉണ്ടായിരുന്നു. അക്കോർഡിംഗ്ലി ദേ ഫിറ്റ് ഇൻ ടു എവറിത്തിങ് എന്നാണ്.
നമ്മൾ അത് കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നാലും ഇപ്പോൾ നമ്മളെല്ലാം ഈ പറഞ്ഞ മില്ലേനിയൽസ് ആണ്, 90s കിഡ്സ് ആണ്. അപ്പം ഇതിന് മുന്നേ ഒരു കാലഘട്ടത്തിലെ ഒരു പഴയകാല പാരന്റിങ് ഉണ്ടായിരുന്നു. പണിഷ്മെന്റ് ഒക്കെ കൊടുത്ത് ഒരു ചെറിയ 2-3 തെറ്റിനൊക്കെ ആണെങ്കിൽ ചെറിയ അടി, വലിയ തെറ്റിനാണെങ്കിൽ വലിയ അടി എന്ന് പറഞ്ഞ് വരുത്തിയിട്ടടി, കെട്ടിയിട്ടടി, നടയടി, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ബെൽറ്റൂരിയൊക്കെ അടിക്കുന്ന ആൾക്കാരൊക്കെ ആ കാലത്തിലൊക്കെ. അത് ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ? എനിക്ക് കാണണോ? ഇപ്പോഴുണ്ടോ? വളരെ മിനിമലാണ്. ബട്ട് ദെൻ പേരന്റിങ് കൺസേണിൽ വരുമ്പോ ഒരാൾ കംപ്ലൈന്റ് ആയിട്ട് പറയും, മാം ഹസ്ബൻഡ് അങ്ങനെ ചെയ്തു, അങ്ങനെ പറയാറുണ്ട്. ഇപ്പോഴും ഉണ്ട്. അമൃത, യു നോ സംതിങ്, ഞങ്ങൾ US പോയപ്പോ 6 മാസമായെങ്കിൽ കുഞ്ഞിനെ നിങ്ങൾ വേറെ റൂമിൽ കിടത്തണം. കറക്റ്റ്, അങ്ങനെയാണ്. കാരണം അവരൊരു വലിയൊരു വ്യക്തിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, 6 മാസം പ്രായമായ കുഞ്ഞ് ഒറ്റയ്ക്കാണോ കിടക്കുന്നത്? ഒറ്റയ്ക്കൊരു റൂമിൽ കിടക്കുവാടാ, മറ്റേ ക്യാമറ ഇതെല്ലാം വെച്ചിട്ടുണ്ട്, സൗണ്ട് മോണിറ്റർ വെച്ചിട്ടുണ്ട്. സോ വെൻ ദ കുട്ടി വേക്സ് അപ്പ് ദേ ക്യാൻ നോ. കുട്ടീനെ തൊടാൻ പാടില്ല, കുട്ടിക്ക് ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിലോട്ട് നമ്മൾ പോകാൻ പാടില്ല. നമ്മുടെ കൈ വല്ല അവരുടെ അടുത്തൂടെ പോയെന്ന് ചൈൽഡ് ലൈൻ വല്ലതും അറിഞ്ഞാൽ യു ആർ അണ്ടർ ദ ബാർസ് ആക്ച്വലി. കുട്ടിക്ക് വിളിച്ചു പറഞ്ഞാൽ കുട്ടിയുടെ ദേഹത്ത് കൈ തൊട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിലിനകത്താണ്. യു കാൻ ഫോഴ്സ് ഫീഡ് ദ ചൈൽഡ്. കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ബെൽറ്റൂരി അടിക്കുന്ന അപ്പനമ്മമാരുണ്ട്. ഒരുപാടൊന്നും ഞാൻ പറയില്ല, പക്ഷെ എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന കേസസ് ആയിട്ട് വന്ന ആൾക്കാരുണ്ട്. എടാ, അത് നല്ല പിടിച്ച് പൊക്കുന്ന ആൾക്കാരുണ്ട്. നല്ലൊരു കാര്യമാണോ? ഒരിക്കൽ അതല്ല, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് 5-6 കൊല്ലമായി പറഞ്ഞൊരു കാര്യമാണല്ലോ, അടിക്കല്ലേ, അങ്ങനെ ചെയ്യല്ലേ എന്ന്. പിന്നെ അപ്പൊ ഈ പഴയകാല ഈ പറഞ്ഞ നടയടിയുടെ ആ ഒരു പാരന്റിങ്ങിൽ നിന്നും ജെൻ സി പാരന്റിങ്ങിൽ എത്തിയപ്പോൾ അടിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ടും കുറഞ്ഞു. ഇപ്പം കുട്ടികൾ അങ്ങനെ ഒരുപാട് അടിക്കുന്ന ഒരുപാട് പേരില്ല, കൗണ്ട് കുറഞ്ഞു. സോ വാട്ട് യു പ്രിഫർ, ആ പഴയകാല പാരന്റിങ് ഓർ ഈ ജെൻ സി പാരന്റിങ് വിച്ച് ഇസ് മോർ എഫിഷ്യന്റ്? ബേസിക്കലി ഇറ്റ്സ് നോട്ട് ജെൻ സി പാരന്റിങ്. ജെൻ സീസ് ഇപ്പൊ പേരൻസ് ആവുന്നതേ ഉള്ളൂ. നമുക്ക് ബേസിക്കലി ജെന്റിൽ പാരന്റിങ് ആണ്. ജെന്റിൽ പാരന്റിംഗ് എന്ന് ആൾക്കാർ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് നമ്മൾ എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെയല്ല. യുനോ, റെസ്പെക്ട്ഫുൾ പാരന്റിങ് ഐഡിയോളജീസ് ആണ് ഇപ്പം എല്ലാം പറയുന്നത്. ഓക്കെ, അതാണ് വ്യത്യാസം. ജെൻസി തുടങ്ങുന്നത് ഇപ്പം 1929-30 അല്ലേ അവരാവുന്നുള്ളൂ. അപ്പം അവർ വരുന്നേ ഉള്ളൂ. നമ്മൾ മില്ലേനിയൽസ് ഇപ്പോൾ പേരന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇതിനകത്ത് വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നെഗോസിയേഷൻസ് ഇല്ല, ഫുള്ള് ഹൈറാർക്കിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബേസിക്കലി പേട്രിയാർക്കിയുടെ ഒരു സിസ്റ്റം ഹൈറാർക്കിയിൽ ഫോളോ ചെയ്യുന്നു, അടിച്ചമർത്തി നടത്തുന്നു. ഇവിടെ അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് അവർ ജീവിച്ച വഴിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മനസ്സിലായിട്ടുണ്ട്. സോ അവർ ദേ ആർ കോൺഷ്യസ്, മോർ കോൺഷ്യസ്. എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, സോ ഞാൻ അങ്ങനെ ചെയ്യാമോ എന്നൊരു സാമാന്യ എന്താ പറയുക, കോമൺ മാൻ സെൻസ് ഇപ്പം ഉള്ള പേരൻസിന് കുറച്ച് പേർക്കുണ്ട്. അവിടെ നിന്നാണ് ഈ റെസ്പെക്ട്ഫുൾ പേരൻറ്റിങ് ഐഡിയോളജി വന്നു തുടങ്ങുന്നത്. ഇവിടെയും നമുക്ക് എന്താ പറയണ, ശിക്ഷണം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. രീതികൾക്കാണ് വ്യത്യാസം. അടിക്കുക, തല്ലുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചാട്ടവാറിന് അടിക്കുക, അങ്ങനെയൊന്നും അല്ലാതെ വി ഹാവ് ലിമിറ്റ്സ് ആൻഡ് ബൗണ്ടറീസ്. എടാ, പണിഷ്മെന്റ് കൊടുക്കാതെ അവരെ നേർവഴിക്ക് വളർത്താൻ പറ്റില്ലേ? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം തന്നെ ചോദിക്കുന്നത്? കാരണം ഇപ്പോഴും പറഞ്ഞു അമൃതോർന്ന്, ഇപ്പോഴും അടിക്കുന്നുണ്ട് എന്ന് കുഞ്ഞുങ്ങളെ. അപ്പോൾ അവരെ ഈ എന്താ പറയുക, ഒബീഡിയൻസ് പഠിപ്പിക്കാനാണ് ഇവരെ അടിക്കുന്നത്. പക്ഷെ അത് ഒട്ടും ചെയ്യാതെ ഏറ്റവും നല്ല കുട്ടികളായിട്ട്, കുറച്ച് എന്താ പറയുക, നല്ല കരുണയുള്ള കുട്ടികളായിട്ട്, നല്ല മനുഷ്യരായിട്ട് വളർത്താൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഒരാളുടെ മുകളിൽ അതോറിറ്റി കാണിക്കുന്നത് വെൻ വി ഫീൽ ദാറ്റ് വി ലൂസ് അവർ പവർ ആണ്. ഓക്കെ, ഇപ്പം കുട്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല, ആദ്യത്തെ പ്രശ്നം അപ്പം ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ലേ, ഞാൻ അവൻ്റെ അമ്മയല്ലേ എന്നാണ്. അപ്പം തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്താ, നമ്മുടെ പവറാണ്, ഹൈറാർക്കിയാണ്. അതിന് അങ്ങനെ ചിന്തിക്കുന്നത് ദാറ്റ് ഈസ് അനദർ ഹ്യൂമൻ ബീയിങ്. ചിലപ്പോൾ അവനത് വേണ്ടായിരിക്കും, അല്ലെങ്കിൽ അവനത് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും. അവന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നും കൂടെ പറഞ്ഞാൽ പോരെ. പക്ഷെ അത് അവിടെ ഡയറക്റ്റ്ലി പോയി ഹിറ്റ് ചെയ്തത് എൻ്റെ വൾണറബിലിറ്റിയിലാണ്, എൻ്റെ ഇൻസെക്യൂരിറ്റീസിലാണ്. സോ ഐ വിൽ റിയാക്ട്. മനസ്സിലായി?